ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ്. അതായത് നമ്മുടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങളുടെ മനസ്സിൽ നിൽക്കാത്ത കാര്യങ്ങൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് പോകണം, അവർക്കൊരു തണലായി തീരാൻ, അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആകാൻ. വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. അപ്പോൾ നാം ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിരിക്കുകയാണ് അല്ലെ? അതെ, കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ്, DMEയുടെ സ്റ്റാഫ് നഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് ഔട്ട് ആയിരിക്കുകയാണ്. സോ നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അത് കൂടാതെ തന്നെ നമുക്ക് എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, എക്സാമിന് ഈ അപ്ലൈ ചെയ്ത എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ റിവിഷന്റെ പ്രാധാന്യം എന്താണ്, പിന്നെ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ, നമ്മുടെ പുതുക്കിയ എക്സാം പാറ്റേണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ DME കേരള PSC DME സ്റ്റാഫ് നഴ്സിന്റെ ഇന്റൻസീവ് ട്രെയിനിങ്ങിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഉറപ്പായും നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? സോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫ്രീ മോഡൽ ക്വസ്റ്റ്യൻസ് ഓൺ റിവൈസ്ഡ് എക്സാം പാറ്റേൺ, നമ്മുടെ പുതുക്കിയ എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല, വളരെയധികം ഫ്രീ ക്ലാസ്സസ് ഞങ്ങൾ അതിന്റെ ലിങ്ക് ഞങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഫ്രീ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ എക്സാമിനെയും കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നൽകുന്നതായിരിക്കും. അത് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതെ, നമ്മൾ ഈ കാണുന്നത് പോലെ കാറ്റഗറി നമ്പർ 469/2024 അതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ ആയിട്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നമ്മുടെ പേ സ്കെയിൽ എത്രയാണ്? ഞാൻ പല പ്രാവശ്യവും പല വീഡിയോസിലൂടെ പറയാൻ ശ്രമിച്ച കാര്യമാണ് അല്ലെ? നമുക്ക് മിക്കവാറും സാലറി എന്ന് പറയുന്നത് ഏകദേശം 1,00,000 രൂപ, ഓക്കെ, 50,000 രൂപ നമുക്ക് സാലറി ആയിട്ടുണ്ടാവും. സോ പേ സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ജോയിൻ ചെയ്യുമ്പോഴാട്ടോ, അതായത് നിങ്ങൾ ഈ ലിസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50,000 രൂപ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 39,300 മുതൽ 83,000 നമ്മുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇന്നാണ്, അതായത് ഡിസംബർ മാസം 16 തീയതി 2024. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ, ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 15/1 ജനുവരി മാസം 15 തീയതി 2025, അതാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം ആരും ലാസ്റ്റ് ഡേറ്റ് വരെ ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്തു പോവുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നതായിരിക്കും. പിന്നെന്താണ് വേക്കൻസീസ് അല്ലെ? വേക്കൻസീസ് എത്രയാണ്? ആന്റിസിപ്പേറ്റ് ആണ്, അതായത് എത്രത്തോളം വേക്കൻസി വരുമോ നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് വരെ ഉള്ള വേക്കൻസീസ് നമുക്ക് നമ്മുടെ പോസ്റ്റിങ്ങിന് എലിജിബിൾ ആയിരിക്കും. ഓക്കെ, സോ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇവർക്കും അറിയാവുന്നത് പോലെ പ്ലസ് ടു വിത്ത് സയൻസ് സബ്ജക്ട്സ് ആണ് കേട്ടോ. +2 വിത്ത് സയൻസ് സബ്ജക്ട്സ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ തന്നെ VHSC സയൻസ് സബ്ജക്ട് അല്ലെങ്കിൽ VHSC ഇൻ ഡൊമസ്റ്റിക് നഴ്സിംഗ്, ഓക്കെ, അത് അംഗീകൃതമായ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബോർഡിൽ നിന്നോ ഈ കോഴ്സുകൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം GNM, ഓക്കെ, ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി, അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഓർ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ്, ഓക്കെ, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ KNMC കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിന്റെ രജിസ്ട്രേഷനും ആവശ്യമാണ് നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? ഏജ് ലിമിറ്റ് 20 മുതൽ 36 വയസ്സ് വരെയാണ്. സാധാരണ റിലാക്സേഷൻ കിട്ടുന്നത് പോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അതായത് അവർക്ക് ഏകദേശം 20 മുതൽ 41 വയസ്സ്, ഓക്കെ, 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC-ക്കാർ ചോദിക്കില്ല, OBC-ക്കാർക്ക് 3 വർഷത്തിന്റെ 3 ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് അവർക്ക് 20 മുതൽ 39 വയസ്സ്, ഓക്കെ, 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ SC ST കാറ്റഗറിക്കാർക്ക് 41 വയസ്സ്, ഓക്കെ, 41 വയസ്സ് വരെയും OBC-ക്കാർക്ക് 39 വയസ്സ്, ഓക്കെ, 39 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം? നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇൻ കേസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കേരള PSC, ഓക്കെ, കേരള PSC, ഓക്കെ, കേരള PSC തുളസി, ഓക്കെ, തുളസി
ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതിയാവും. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ കിട്ടും. സോ ആ വിൻഡോയിൽ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം ആദ്യം. അതിനായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ID വേണ്ടതായിരിക്കും. സോ അതിനുശേഷം അതിൽ പറയുന്നത് പോലെ, അതായത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ എക്സാം. ഓക്കെ, നമ്മുടെ കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാം പാസ് ആകണം എന്നുണ്ടെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്, അല്ലെ? അതായത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, 60,000 അല്ലെങ്കിൽ 70,000 പേരൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണിത് അല്ലെ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ആ 60,000 അല്ലെങ്കിൽ 70,000 പേരില് ഒരാളായിട്ട് സെലക്ട് ആകണമെങ്കിൽ നമുക്ക് അതിനാവശ്യമുള്ള പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്കിപ്പോ ഇതുകൊണ്ട്, ഈ സ്ലൈഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 20 വർഷം എടുത്തല്ലേ. അതായത് നമ്മുടെ അന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ LKG മുതൽ പിന്നെ നമ്മുടെ സ്കൂളിങ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജ് ലൈഫ്, നമ്മുടെ ഇന്റേൺഷിപ്പ്, ബോൺ പീരീഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്താനായിട്ട് നമ്മൾ ഏകദേശം ഒരു 20 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും ഈ 20 വർഷം. അതുകൂടാതെ തന്നെ നമ്മുടെ പാരന്റ്സ് നമ്മളെക്കാൾ ഏറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും നമ്മളെ പഠിപ്പിച്ച് ഈ ഒരു നിലയിലേക്ക് എത്താനായിട്ട്, അല്ലെ? സോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിനിപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കിനി ഏകദേശം ഒരു 6 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം വരെ എത്തുന്നതിനായിട്ട് ഏകദേശം ഒരു 6 മാസം നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലെ? അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ജൂൺ 2025 അല്ലെങ്കിൽ മെയ് അല്ലെങ്കിൽ ജൂൺ 2025 നമ്മുടെ ഈ എക്സാം നടക്കുക. സോ നമുക്ക് ഏകദേശം ഒരു 6 മാസം നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ പലരുടെയും ഒരു അവസ്ഥ ഇതായിരിക്കും, അതായത് നമ്മളിങ്ങനെ വളർന്നു വലുതായി നിൽക്കുകയാണല്ലേ. സോ നമുക്കിനി എന്താണ്? നമുക്കിനി അതില് ഈ മരത്തിൽ നമുക്ക് ഫലം വേണം, അല്ലെ? ഫലം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഇങ്ങനെ കാണണം, ഈ ഓരോ ഫലവും എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഓക്കെ, ഓരോ ഫലവും എന്ന് പറയുന്നത് എന്താണ്? 50,000 രൂപയാണ്. സോ ഈ ഓരോ മാസത്തെ സാലറി 50,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു 6 മാസം, ഓക്കെ, ഈ ഒരു 6 മാസം നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ഉറപ്പായിട്ട്, ഓക്കെ, ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ 6 മാസം മാറ്റിവെച്ച് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് ആദ്യത്തെ ആൾക്കാരുടെ പേരിന്റെ കൂടെ തന്നെ ഉണ്ടായി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പാരന്റ്സ് വളരെയധികം ബുദ്ധിമുട്ടിയായിരിക്കും നിങ്ങളെ ഈ ഒരു 20 വർഷക്കാലം പഠിപ്പിച്ചതല്ലേ. സോ അവർക്ക് ഒരു താങ്ങായി തീരാൻ, അല്ലെങ്കിൽ അവർക്കൊരു തണലായി തീരാൻ, അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആകാൻ, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ആകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു പോകാനൊക്കെ ഈ ഓരോ 50,000 രൂപയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ലെവലും നമുക്ക് ലഭിക്കും, അല്ലെ? സോ എന്ത് ചെയ്യുക? ഈ ഒരു 6 മാസക്കാലം, ഇനി ഈ നോട്ടിഫിക്കേഷൻ വന്ന പലരും ഈ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെ? സോ ഇനി നമുക്ക് ഒന്നിനും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇനി നമുക്ക് ഒരു കാര്യത്തിനും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. മാക്സിമം ഒരു നിമിഷം പോലും കളയാതെ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും കളയാതെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഞാൻ പല പ്രാവശ്യം ഞങ്ങളുടെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഒരു മിനിറ്റ് വേസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകണം. ഓക്കെ, ഒരു മിനിറ്റ് നിങ്ങൾ പഠിക്കാതെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകണം. എങ്കിലേ നമ്മൾ ഇനി ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ പഠിക്കത്തുള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ അതിലെ ആദ്യത്തെ റാങ്ക് നിരയിൽ നിങ്ങളും ഉണ്ടാകും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഓക്കെ, നമുക്ക് ഇതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മുടെ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം എന്താണ്?
ഡെയിലി സ്റ്റഡി. ഓക്കെ, ഞാൻ പല പ്രാവശ്യം ഇതിനു മുന്നുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡെയിലി സ്റ്റഡിയുടെ പ്രാധാന്യം എന്ന്. അതായത് നമ്മളിപ്പം മിക്കവാറും നമ്മുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല ഇപ്പൊ. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് ആ ഒരു പഠനത്തിന്റെ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആ പഠനത്തിന്റെ നമ്മുടെ സ്റ്റഡീസിന്റെ ഇപ്പൊ നമ്മള് ആക്ച്വലി പഠനത്തിന്റെ ട്രാക്കിന് പുറത്തായിരിക്കും. ഓക്കെ, ട്രാക്കിന് പുറത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആ ട്രാക്കിനുള്ളിലേക്ക് കയറുക. ഓക്കെ, സോ നമ്മൾ മിക്കവാറും നമ്മുടെയൊക്കെ ലൊക്കേഷൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ പതിയെ ഈ ട്രാക്കിലേക്ക് ഒന്ന് എൻട്രി ചെയ്യുക. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്റൻസീവ് ആയിട്ട്, ഓക്കെ, ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും കളയാതെ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിച്ച് ഈ ഒരു ട്രാക്കിലേക്ക് കയറുക. ഓക്കെ, കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കയറി കഴിഞ്ഞാൽ ആദ്യം ഈ ട്രാക്കിലേക്ക് ഒന്ന് കയറി കിട്ടാൻ പാടാണ്. സോ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല, പിന്നെ അങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷേ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ആലോചിക്കുക, ഈ ട്രാക്കിൽ നിന്ന് പുറത്ത് ചാടാതെ ശ്രദ്ധിക്കണം. ഓക്കെ, പുറത്ത് ചാടാതെ ശ്രദ്ധിക്കണം. കാരണം പുറത്ത് ചാടി കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ഈ ട്രാക്കിലേക്ക് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഡെയിലി യു ഹാവ് ടു സ്റ്റഡി 5 hours. ഓക്കെ, ഡെയിലി ഇത് മിനിമം ആണ്. ഇതിന് മുന്നേയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾ അതിൽ പറഞ്ഞിരുന്നത് മിനിമം 3 hours ആണ്. അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരെ ഓക്കെ ഒരു 3 മണിക്കൂറൊക്കെ ഡെയിലി പഠിച്ചാൽ മതിയാകും. പക്ഷെ ഇനി അത് പോരാ. ഇനി എങ്ങനെയാണ്, ഡെയിലി മിനിമം, ഇത് മിനിമം ആണ്, ബെയർ മിനിമം ആണ്. ഓക്കെ, ബെയർ മിനിമം ആണ് ഒരു 5 മണിക്കൂർ ദിവസം പഠിക്കുക. ഈ 5 മണിക്കൂർ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കും? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു ന്യൂ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ഒരു 2 hours അല്ലെങ്കിൽ 3 hours നിങ്ങൾക്ക് ഒരു ന്യൂ ടോപ്പിക്ക് പഠിക്കാനായിട്ട് എടുക്കാം. ഓക്കെ, അതായത് നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 to 1.5 hours, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ആയിരിക്കും ഒരു ദിവസത്തെ ക്ലാസ് വരിക. ഓക്കെ, ഇത് നിങ്ങൾ ഏത് അക്കാഡമിയിൽ പഠിച്ചാലും അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ആ 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ ക്ലാസ്സിൽ നിന്നുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അല്ലെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതായത് 100% കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അവിടെ അതിൽ ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല. ക്ലാസ്സിനിടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല. മൊബൈൽ ഫോൺ സൈലന്റിലായിരിക്കണം. വേറെ ആര് വിളിച്ചാലും നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. അതെല്ലാം ഒതുക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലെ ജോലി എല്ലാം ഒതുക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ക്ലാസ് കേൾക്കാനായിട്ടിരിക്കുക അല്ലെങ്കിൽ പഠിക്കാനായിട്ടിരിക്കുക. സോ ആദ്യം പഠിക്കുക. രണ്ടാമത് എന്ത് ചെയ്യുക, അതിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. അതിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യണം, ആ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഈ നോട്ട്സിൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാത്ത കാര്യങ്ങൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് പോകണം. ഓക്കെ, സോ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഹൈലൈറ്റിംഗ്. ഓക്കെ, ഹൈലൈറ്റിംഗ് നിങ്ങൾ എങ്ങനെ ചെയ്യും? ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾ ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരു പല കളേഴ്സിലുള്ള പേനകൾ മേടിച്ചു വെക്കുക. അത് ഒന്നുകിൽ അത് വെച്ച് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് വെച്ച് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നാലാമത്തെ കാര്യമാണ് റിവിഷൻ. ഓക്കെ, നാലാമത്തെ കാര്യം റിവിഷൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ക്ലാസ് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ്. ഓക്കെ, 30 മിനിറ്റ് നോട്ട് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ എങ്ങനെയാണ്, ഏകദേശം ഒരു 2 മണിക്കൂറായല്ലേ. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതിന് ഏകദേശം ഒരു 1.5 hours. ഓക്കെ, ഒരു 1.5 hours ഒരു റിവിഷന് വേണ്ടി എടുക്കുക. അതായത് ഇന്നലെ പഠിച്ച കാര്യങ്ങളല്ല, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചതിൽ നിന്ന് നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നലത്തെ ക്ലാസ് അല്ല, ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പൊ ഏകദേശം 1.5-2 മണിക്കൂറായി, 3-3.5 മണിക്കൂറായി അല്ലെ. ഇനി നമുക്ക് 1.5 മണിക്കൂറാണ് ബാക്കിയുള്ളത്. സോ 1.5 മണിക്കൂറിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക.
കാരണം ഇവിടെ ഇതിൽ നിന്ന് ആക്ച്വലി ഒരു 5 സ്റ്റെപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 സ്റ്റെപ്പിൽ ഒരെണ്ണം പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാനില്ല. കാരണം പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇതിൽ ആക്ച്വലി ഓരോ സ്റ്റുഡൻസിനും ഇതിന്റെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും ഇതിന്റെ ടൈമിങ്ങിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. കാരണം ചില ആൾക്കാർ പെട്ടെന്ന് പഠിക്കും, ചില ആൾക്കാർക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണമായിരിക്കും, ചിലർക്കോ റിവൈസ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം വേണമായിരിക്കും, ചിലർക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം വേണം. അപ്പോ നിങ്ങളുടെ പേസിന് മിനിമം, ഞാൻ പറയുന്നു മിനിമം ഒരു 5 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ച് നിങ്ങളുടെ പേസിന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിൽ എവിടെയാണോ നിങ്ങൾക്ക് ടൈം കൂടുതലായിട്ട് വേണ്ടി വരിക ആ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ആ ഏരിയയിൽ കൂടുതൽ വീണ്ടും കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സപ്പോസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം തികയുന്നില്ല. നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം കഴിഞ്ഞപ്പോൾ പല കുട്ടികളും മെസ്സേജ് അയച്ചിരുന്നു, അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ടൈമർ വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും ലാസ്റ്റ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ടൈം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. സോ ഡെയിലി മിനിമം 5 മണിക്കൂർ പഠിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല. സോ അതുകൊണ്ടാണ് എല്ലാ ദിവസവും പഠിക്കുക. അതായത് ഇന്ന് പഠിച്ചു, പിന്നെ 2 ദിവസം പഠിക്കാതിരുന്നിട്ട് 3-ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും ഇതേ നോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഞാനിത് പഠിച്ചിരുന്നോ, ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ദിവസം പോലും കളയാതെ നിങ്ങൾ കൺസിസ്റ്റന്റ് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ദിവസവും. അതായത് ഇന്നലെ വരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുക. അത് മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് കയ്യിൽ കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ ഡൗട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകം നോട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഞാനൊക്കെ പഠിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിന് ഒരു 1.5 മണിക്കൂർ കൊടുത്തത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, എന്തിനാ ഇത്രയും മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്തിനാ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് എന്ന്. അതായത് നിങ്ങൾ ഒരു ദിവസം മിനിമം, ഞാൻ പറയുന്ന ഒരു ദിവസം മിനിമം ഒരു PSC ക്വസ്റ്റ്യനെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ എന്താണ്, അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിടത്തോളം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി. അതിൽ തെറ്റിപ്പോകുന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. സോ നമുക്ക് ആക്ച്വലി എഡ്യൂസ് അക്കാഡമിയിൽ ഞങ്ങൾ ഓരോ സ്റ്റുഡൻസിനും മെന്റേഴ്സിന് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസിൽ ഹെൽപ്പ് വേണം, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൽ ഹെൽപ്പ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് നേടാവുന്നതാണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി എഡ്യൂസ് അക്കാഡമിയുടെ ഒരു സ്റ്റഡി പ്ലാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സോ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണ്, അതായത് ഓരോ ക്ലാസ് വൈസ് നിങ്ങൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആക്ച്വലി ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. സോ കുട്ടികൾ ഇതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസം സബ്ജക്ട് എഴുതുക. സപ്പോസ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണെങ്കിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എഴുതുക, കുട്ടിയുടെ പേര് എഴുതുക, ബാച്ചിന്റെ നമ്പർ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവർ ഓരോ ദിവസവും പഠിച്ച ടോപ്പിക്സ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണെങ്കിൽ അതിൽ കാർഡിയോ അനാട്ടമി പഠിച്ച ടോപ്പിക് എഴുതുക. എന്നാണോ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് മിനിമം നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും അതേ ടോപ്പിക്കിന്റെ റിവിഷൻ കൊടുക്കുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് സെക്കൻഡ് ബാച്ചുകാർക്കുള്ള റിവിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഫസ്റ്റ് ഒരു 3 ക്ലാസിന്റെ ഒരു റിവിഷനും അവിടെ ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. സോ അതിപ്പം ഫസ്റ്റ് റിവിഷൻ ആയിട്ട് ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കോ ഫസ്റ്റ് 3 ക്ലാസ് എന്നുള്ളത് ഫസ്റ്റ് 6 ക്ലാസിന്റെ റിവിഷനാണ്. അപ്പൊ അത് സെക്കൻഡ് റിവിഷൻ ആയിട്ട് മാറും. സോ അങ്ങനെ ഒരു മിനിമം ഒരേ ടോപ്പിക്ക് മിനിമം ഒരു 5 പ്രാവശ്യം റിവൈസ് ചെയ്ത് തന്നെ പോവുക. സോ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണെങ്കിലോ എക്സാം ഇവാലുവേഷൻ ഷീറ്റ്, അതായത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുമ്പോൾ ആ ദിവസം തന്നെ നിങ്ങൾക്ക് മിനിമം ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് ആ ഒരു ദിവസം കഴിഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മിനിമം ഒരു 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ക്വസ്റ്റ്യൻസ് ടൈമർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക, അതിന്റെ സ്കോർ എഴുതുക. സോ അതാണ് ഇവിടെ
നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അതായത് ടെസ്റ്റ് 1 അതിന്റെ സ്കോർ എത്രയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ച്വലി ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് മിനിമം 90% ആയിരിക്കണം. ഓക്കെ, 90% ആയിരിക്കണം. സോ സപ്പോസ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്തപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 70% ഒക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, അതേ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഡേ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ പറയുന്നു ഇന്നിപ്പം ഒരു ടെസ്റ്റ് ചെയ്തു, മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇന്ന് അത് പഠിക്കുക. ഓക്കെ, ഇന്നത് പഠിച്ച് രാത്രി കിടക്കുമ്പോൾ അത് ഓർത്ത് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ വീണ്ടും അതേ ടെസ്റ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടും. സോ ഇവിടെ ആക്ച്വലി സെക്കൻഡ് സ്കോർ എന്ന് പറയുമ്പോൾ അതെല്ലാം 90% മുകളിൽ തന്നെ ആയിരിക്കണം. സോ ആ രീതിയിൽ നമ്മൾ ഓരോ ടോപ്പിക്, ഓക്കെ, അതായത് ഓരോ ടോപ്പിക് അനുസരിച്ചുള്ള റിവിഷൻ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ വരിക, വീക്ക്ലി ടെസ്റ്റ്. ഓക്കെ, വീക്ക്ലി ടെസ്റ്റ് അല്ലെങ്കിൽ വീക്ക്ലി ഇവാലുവേഷൻ ഷീറ്റ് എന്താണ്, ഒരു ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്ത എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ഒരു മിനി ടെസ്റ്റ് ഓക്കെ ഞങ്ങൾ സ്റ്റുഡൻസിൽ നടത്തുന്നതായിരിക്കും. സോ അതിന്റെ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ എല്ലാ സ്കോറും നിങ്ങൾ നമ്മുടെ മെന്റേഴ്സിന് ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, മെന്റേഴ്സ് എന്ത് ചെയ്യും, മെന്റേഴ്സ് ആ സ്കോർ അനുസരിച്ച് ഓരോ സ്റ്റുഡൻസിനും വേണ്ടുന്ന ഹെൽപ്പ്, ഓക്കെ, ഓരോ സ്റ്റുഡൻസിനും അവരുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഹെൽപ്പ് മെന്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ആക്ച്വലി സ്റ്റഡി പ്ലാനിൽ ഇത് കൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ലൈവ് ആയിട്ടുള്ള പീരിയോഡിക് റിവിഷൻ. ഞാൻ പറഞ്ഞു നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻസിന് ഇപ്പം റിവിഷൻ നടക്കുകയാണ്. അത് കൂടാതെ തന്നെ ആ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ് ഡെയിലി ആൻഡ് വീക്കിലി എക്സാം സീരീസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്നുള്ള എക്സാംസ് ഉണ്ടാവും. ആ 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കിൽ നിന്നുള്ള ഒരു വീക്കിലി ടെസ്റ്റ് അല്ലെങ്കിൽ വീക്കിലി എക്സാം സീരീസ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ മെന്റേഴ്സുമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. സോ ഇതാണ് നമ്മൾ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ഓർക്കും പിന്നെയും എന്തിനാണ് ഇത് പറയുന്നത് അല്ലെ, ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള പെന്ന് നിങ്ങൾ മേടിച്ചു വെക്കണം. അതുകൂടാതെ തന്നെ നോട്ട്സ് മിനിമം ഒരു 10 നോട്ട് ബുക്കിംഗ്, അതായത് വലിയ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് റൂൾഡ് ആണോ അൺറൂൾഡ് ആണോ. ആക്ച്വലി ഞാനൊക്കെ പഠിച്ച റൂൾഡ് ആയിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ വരെയുള്ള ബുക്കാണ് ഞാൻ മേടിച്ചു വെച്ചത്. സോ ഒരു ഇത്രയെങ്കിലും ഉള്ള, അതായത് ഒരു 190 പേജസ് അല്ലെങ്കിൽ 200 പേജസ് ഉള്ള ഒരു നല്ല നീളമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ബുക്ക് തന്നെ നിങ്ങൾ മേടിച്ചു വെക്കുക. മിനിമം ഇപ്പോൾ ഒരു 10 മേടിച്ചോളൂ. പിന്നെ നമുക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച്, നോട്ട്സ് എഴുതുന്നതനുസരിച്ച് അതിന്റെ എണ്ണം കൂട്ടാം. സോ ആ രീതിയിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാവില്ല, സ്റ്റിക്കി നോട്ട്സ് അല്ലെങ്കിൽ പേജ് മാർക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ട് അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ നോട്ട്സ് അല്ലെങ്കിൽ ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റാങ്ക് ഫയലിലൂടെ നിങ്ങൾക്ക് തരും. സോ അതിൽ നിന്നൊക്കെയുള്ള അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ പഠിച്ച ഏരിയയിൽ ജസ്റ്റ് എഴുതി വെച്ച് പോകാം. അങ്ങനെ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിരിക്കും. നമ്മളിപ്പോ ഈ 6 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ലാസ്റ്റ് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് നമുക്ക് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരില്ല. സോ നമുക്ക് നോട്ട്സ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഇതൊരു കാര്യവും നടക്കത്തില്ല. നമുക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും കാണത്തില്ല. ഓക്കെ, നിങ്ങളത് ഓർത്ത് വെച്ചോണം. കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ച് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റും. അതല്ല നമ്മൾ പഠിക്കുന്നില്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല, നമ്മൾ ലാസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് 2-3 ദിവസം ആകുമ്പോൾ നമ്മൾ എവിടെ നിന്ന് റിവൈസ് ചെയ്യും അല്ലെ. സോ ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് വെച്ച് അതിൽ മറന്നു പോകുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതുകൂടാതെ തന്നെ ബാക്കി വേറെ ടെക്സ്റ്റ് ബുക്ക് റാങ്ക് ഫയൽ ഒക്കെ റെഫർ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള നോട്ട്സ് ഇതിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബുക്ക് മാർക്ക് വെച്ച് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഇതെല്ലാം ഞാൻ ആക്ച്വലി എന്റെ കാര്യത്തിൽ ഞാൻ പ്രൂവ് ചെയ്തതാണ്. ഞാനിത് എക്സ്പെരിമെന്റ് ചെയ്ത് അത് ശരിയാണെന്ന് തെളിയിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ റാങ്ക് ബൂസ്റ്റർ പാക്ക് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്താണിതെന്ന്. അതായത് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിന് ഡിസ്കഷനും, അത് മാത്രമല്ല ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന, അതായത് ഷോർട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞ് ഓരോ ചാപ്റ്ററിന്റെ മുന്നിൽ തരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അതുകൂടാതെ നോർമൽ വാല്യൂസ്, പിന്നെ പൊസിഷൻ,
തെറാപ്യൂട്ടിക് ഡയറ്റ്, ഇതെല്ലാം നമ്മൾ ടേബിൾ വൈസ് നിങ്ങൾക്ക് തരും. പിന്നെ എന്താണ് വളരെ മനോഹരമായ പിക്ചേഴ്സ് ഉൾപ്പെടെയാണ് ഞങ്ങൾ ആക്ച്വലി ഈ റാങ്ക് ഫയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 6 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരിക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സെറ്റും OMR ഷീറ്റും നൽകുന്നതായിരിക്കും. ഓക്കെ, സോ റാങ്ക് ഫയൽ. അതുകൂടാതെ ഞങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു PSCയുടെ ഒരു ലാസ്റ്റ് ഒരു 4 വർഷത്തെ, അതായത് കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് മറിച്ച് നോക്കിക്കോളൂ. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറെ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. സെയിം ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. സോ അതാണ് ഈ റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എജ്യൂസ് അക്കാഡമിയിൽ ആക്ച്വലി ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി നമ്മൾ ഇതുപോലെയുള്ള 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ഏരിയാസിൽ നിന്നുള്ള ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു പുതിയ എക്സാം പാറ്റേണിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്കും ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ, അത് മാത്രമല്ല അതിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ ഇതാണ്, ഈ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട്. ഞങ്ങൾ ഒരിക്കലും എജ്യൂസ് അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ മതി, എവിടെ ജോയിൻ ചെയ്താലും മതി. പക്ഷെ നന്നായിട്ട് പഠിക്കുക, ഈ ഒരു പ്ലാൻ അനുസരിച്ച് പഠിക്കുക. ഇത് ആക്ച്വലി ഞാൻ എന്റെ ജീവിതത്തിൽ പ്രൂവ് ചെയ്ത് അത് സക്സസ് ആണെന്ന് തെളിയിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചോളൂ. അതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നല്ലൊരു അക്കാഡമി തിരഞ്ഞെടുത്ത് നല്ല ഒരു അക്കാഡമി തിരഞ്ഞെടുത്ത് അവിടെ തന്നെ പഠിച്ചോളൂ. ഇനി അതല്ല ഞങ്ങളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ, ഇവിടെ അഡ്മിഷൻ എടുത്തോളൂ. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ, അതായത് നമ്മുടെ എക്സാം ഒരു ഓറിയന്റേഷൻ, അത് മാത്രമല്ല എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഏവർക്കും വിജയാശംസകൾ.